തായ്വാനെ ലക്ഷ്യമിട്ട് ചൈന നടത്തുന്ന സൈനിക നീക്കങ്ങളും ശക്തിപ്രകടനവും കാണാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. തായ്വാന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായി അമേരിക്ക ആയുധങ്ങൾ കൈമാറുന്നതിനെ ചൊല്ലി പലതവണ ചൈന രംഗത്ത് വന്നിരുന്നു. ഇപ്പോഴിതാ തായ്വാൻ വിഷയത്തിൽ ഇടപെട്ടാൽ ചൈനയിൽ നിന്ന് തിരിച്ചടി നേരിടുമെന്ന അമേരിക്കയുടെ രഹസ്യരേഖ പുറത്തു വന്നിരിക്കുന്നു. എന്തിനാണ് ചൈന തായ്വാനെ പിടിച്ചടക്കുന്നത്? കാലങ്ങളായി ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ എന്താണ്? തായ്വാനെതിരെ ചൈന സൈനിക നടപടി തുടങ്ങിയാൽ അമേരിക്ക അതിൽ ഇടപെടും. ഓവർമാച്ച് ബ്രീഫ് എന്ന് പേരിട്ട പെന്റഗൺ രഹസ്യരേഖയിലാണ് ചൈനയുടെ തുടർ നീക്കങ്ങൾ എങ്ങനെയെന്നതിനെക്കുറിച്ച് വിശദമാക്കുന്നത്. അമേരിക്ക യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ആയുധങ്ങളെ തകർക്കാൻ പര്യാപ്തമായ ചെലവ് കുറഞ്ഞതും കാര്യക്ഷമത ഏറിയതുമായ ആയുധങ്ങൾ ചൈനയുടെ കയ്യിലുണ്ടെന്നാണ് ഓവർമാച്ച് ബ്രീഫിൽ പറയുന്നത്. അമേരിക്കയുടെ ഏറ്റവും മൂല്യമുള്ള യുദ്ധോപകരണങ്ങൾ പോലും ചൈനയുടെ ആയുധങ്ങൾക്ക് മുമ്പിൽ നിഷ്പ്രഭമാകും. അമേരിക്കയുടെ മുൻനിര യുദ്ധവിമാനങ്ങളും ആശയവിനിമയത്തിനും നിരീക്ഷണത്തിനും അത്യന്താപേക്ഷിതമായ ഉപഗ്രഹങ്ങൾ വരെ നശിപ്പിക്കാനുള്ള ശേഷി ചൈനയ്ക്കുണ്ടെന്നാണ് റിപ്പോർട്ടിലെ പരാമർശം. അമേരിക്കൻ സൈന്യത്തിന്റെ ആയുധങ്ങളുടെ വിതരണത്തിലെ ദൗർലഭ്യം ചൂണ്ടിക്കാണിക്കുന്ന റിപ്പോർട്ടിൽ നേരിടേണ്ടി വരുന്ന സൈബർ ആക്രമണങ്ങളെക്കുറിച്ചും കൃത്യമായി പറയുന്നുണ്ട്. ചൈനയുടെ പിന്തുണയുള്ള വോൾട്ട് ടൈഫൂൺ ഹാക്കിംഗ് സംഘം ആക്രമണത്തിന് തയ്യാറെടുത്തിട്ടുണ്ടെന്നാണ് വിവരം. അമേരിക്കൻ സൈനിക താവളങ്ങളിലേക്കുള്ള വൈദ്യുതി നെറ്റ്വർക്കുകൾ, ആശയവിനിമയ ലൈനുകൾ, ജലവിതരണ സംവിധാനങ്ങൾ എന്നിവ ഹാക്ക് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് വോൾട്ട് ടൈഫൂൺ എന്ന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. സൈബർ ആക്രമണം സാധാരണക്കാരെയും ബാധിക്കാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അടുത്തിടെ ബ്രിട്ടീഷ് നാവികസേനാ കപ്പൽ തൈവാൻ കടലിടുക്കിലൂടെ സഞ്ചരിച്ച് നിരീക്ഷണം നടത്തിയതിന് പിന്നാലെ തായ് ദ്വീപിന് ചുറ്റും വ്യോമസേനാ വിമാനങ്ങൾ വിന്യസിച്ച് ചൈന തങ്ങളുടെ അധികാരം അടയാളപ്പെടുത്തി. ദക്ഷിണ ചൈനീസ് കടലിടുക്കിൽ നടത്തുന്ന സൈനികാഭ്യാസങ്ങൾ വേറെയുമുണ്ട്. തായ്വാന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായി അമേരിക്ക ആയുധങ്ങൾ കൈമാറുന്നതും ചൈനയ്ക്ക് പ്രകോപനം സൃഷ്ടിച്ചിട്ടുണ്ട്. 2 വർഷത്തിനുള്ളിൽ തായ്വാനെ പിടിച്ചടക്കാനുള്ള പദ്ധതിയിലാണ് ചൈനയുള്ളത് എന്നാണ് അമേരിക്കൻ ഇന്റലിജൻസിന് ലഭിച്ച റിപ്പോർട്ടുകൾ. ഏഴ് പതിറ്റാണ്ടിലേറെ നീളുന്ന രാഷ്ട്രീയ തർക്കമാണ് ചൈനയ്ക്കും തൈവാനുമിടയിലുള്ളത്. തൈവാൻ തങ്ങളുടെ പ്രദേശത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് അവകാശപ്പെടുമ്പോഴും ഇതുവരെ തൈവാൻ ദ്വീപിനെ ചൈന ഭരിച്ചിട്ടില്ല. എങ്കിലും ഒരു വിമത പ്രവശ്യയായാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ തൈവാനെ ചൈനയുമായി ചേർക്കാനുള്ള ശ്രമങ്ങൾ സമാധാനപരമായ മാർഗങ്ങളോ ആവശ്യമെങ്കിൽ ബലപ്രയോഗം തന്നെയോ നടത്തുമെന്നാണ് ചൈനയുടെ ശപഥം. ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരും 2.5 കോടിയോളം ജനസംഖ്യയുള്ള തൈവാൻ ചൈനീസ് അധീനത ഒരിക്കലും അംഗീകരിക്കുന്നില്ല. മേഖലയിലെ ചൈനീസ് അധിനിവേശത്തെയും ഇടപെടലുകളെയും തൈവാൻ നിരന്തരം വിമർശിക്കുകയും അവകാശവാദങ്ങളെ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. ദ്വീപിന്റെ നിലയെക്കുറിച്ചും ചൈനയുമായുള്ള ബന്ധത്തെക്കുറിച്ചുമെല്ലാം തൈവാന് സ്വതന്ത്ര നിലപാടുണ്ട്. പതിറ്റാണ്ടുകളായി തൈവാന് ശക്തമായ സൈനിക പിന്തുണയാണ് അമേരിക്ക നൽകുന്നത്. കഴിഞ്ഞ 70 വർഷത്തിനിടയിൽ അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നവരിൽ പ്രധാനിയും തൈവാനാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് $18 ബില്യൺ വരുന്ന ആയുധങ്ങളാണ് തൈവാൻ വിറ്റത്. ഇതുകൂടാതെ തായ്പേയിലുള്ള തങ്ങളുടെ എംബസിക്കായി $250 മില്യൺ കെട്ടിട സമുച്ചയം അമേരിക്ക തുറക്കുകയും ചെയ്തു. തായ്പേയ്ക്ക് ആയുധങ്ങൾ വിൽക്കുന്നത് നിർത്താനും ബന്ധം അവസാനിപ്പിക്കാനും ചൈന നിരവധി തവണ അമേരിക്കയോട് ആവശ്യപ്പെട്ടെങ്കിലും ഫലവത്തായില്ല. അമേരിക്കയുമായുള്ള സഹകരണം തൈവാൻ പിടിച്ചെടുക്കാനുള്ള ചൈനീസ് മോഹത്തിനും തിരിച്ചടിയായി. തായ്വാനെ സ്വന്തമാക്കാൻ ചൈന എന്തും ചെയ്തേക്കുമെന്നാണ് വിലയിരുത്തൽ. തായ്വാന് ചുറ്റുമുള്ള അഭ്യാസങ്ങൾ കടുപ്പിക്കുക, വ്യാപാര ഉപരോധങ്ങളിലൂടെ തായ്വാനെ സമ്മർദ്ദത്തിലാക്കുക തുടങ്ങിയ തന്ത്രങ്ങളല്ലാതെ ബലപ്രയോഗത്തിലൂടെ പിടിച്ചടക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടില്ല. അഥവാ അത്തരം ശ്രമങ്ങൾ ഉണ്ടായാൽ പോലും തായ്വാന്റെ സഖ്യകക്ഷികളായ അമേരിക്ക പോലും എങ്ങനെ പ്രതികരിക്കുമെന്ന് കണക്കുകൂട്ടാൻ ചൈനയ്ക്കാവില്ല. അതുകൊണ്ട് തൈവാനെതിരെ പെട്ടെന്ന് ഒരു സൈനിക നടപടിയിലേക്ക് ചൈന നീങ്ങിയേക്കില്ല. 2024 ജനുവരി 1
എന്തു വില കൊടുത്തും തൈവാനെ ചൈനയോട് ചേർക്കുമെന്ന് ഷീ ജിൻപിങ് പ്രഖ്യാപനം നടത്തിയതും ശ്രദ്ധേയമാണ്. 2027-നുള്ളിൽ തൈവാനെ ഏതു വിധേനയും തങ്ങൾക്കൊപ്പം കൂട്ടാനാണ് ചൈന ലക്ഷ്യമിടുന്നത്. ചൈന തായ്വാനെ ആക്രമിച്ചാൽ അമേരിക്ക രംഗത്തിറങ്ങും. സമീപകാല പശ്ചിമേഷ്യൻ പ്രതിസന്ധി കണക്കിലെടുക്കുമ്പോൾ US ചൈന സംഘർഷമുണ്ടായാൽ അതൊരു യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഇത് മുന്നിൽ കണ്ട് പ്രതിരോധത്തിനുള്ള ഒരുക്കങ്ങൾ ജപ്പാനും തുടങ്ങിയിട്ടുണ്ട്. കാരണം അങ്ങനെയൊരു യുദ്ധമുണ്ടായാൽ ഏറ്റവും കൂടുതൽ പരിക്കേൽക്കുന്നത് ജപ്പാനായിരിക്കും.